ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചുഡൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അതിനൊരു കാരണമുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ്, എല്ലാം എടുത്തു വെക്കുന്നത്. പിന്നെ തിരക്കിലാണ്. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് എഴുതി വെക്കുവാണ്. പൊതുവെ ഇങ്ങനെ തന്നെ ഞാൻ എഴുതി വെക്കാറുണ്ട്. വീട്ടിലേക്ക് പോകുന്നതാണെങ്കിൽ, ഇപ്പോൾ ഒരു ട്രിപ്പ് പിന്നെ ആണെങ്കിലും ഇങ്ങനെ എഴുതി വെക്കും. പിന്നെ ഒരു ബുക്കിലാണ് എഴുതി വെക്കാറ്. ആ ബുക്ക് ഇവിടെ മിസ്സായിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് മെഡിസിനായിട്ടും ഡ്രസ്സായിട്ടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആയിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെക്കും. ഇതിപ്പോൾ പെട്ടെന്ന് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതുപോലെ എഴുതി വെക്കാറുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് ദിവസത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാഗൊന്നും കരുതുന്നില്ല. ഒരു കവറാണ്, കവറിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കവറ് ഇപ്പോൾ പൊതുവായിട്ട് ഈ കവറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കവറിനൊരു പ്രത്യേകതയുണ്ട്. ഇതെനിക്കൊരു സ്പെഷ്യലാണ്. പുഗാസ എന്നാണത്, കാണുന്നുണ്ടോ എന്നറിയില്ല. പുഗാസ എഴുത്തുപുരയുടെ പിന്നെ 2 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഈ കഥകളും കവിതകളൊക്കെ കുറച്ച് എഴുതുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എഴുതുമ്പോൾ അത് അയച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് സെലക്റ്റായി കുറച്ച് പേരെ വെച്ചിട്ട് ക്യാമ്പ് നടത്തിയിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ, പാപ്പനശ്ശേരി. അപ്പോൾ അവിടുന്ന് പിന്നെ ക്യാമ്പിന് പങ്കെടുത്തപ്പോൾ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഇത് ഉപഹാരമാണ് തന്നത്. ഇത് ഉപയോഗിക്കാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്. പക്ഷേ ഉപയോഗിക്കാതെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ, അത് വെറുതെ ഇങ്ങനെ മോശമായി ചീത്തയായി പോവുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതുപോലെ വീട്ടിലേക്ക് പോകുമ്പോഴും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നല്ലൊരു സുഖമാണത്. അപ്പോൾ ഇതെനിക്കൊരു സ്പെഷ്യലാണത്. ഒരു ഉപഹാരം ആയതുകൊണ്ട് എനിക്കതൊരു സ്പെഷ്യലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോ കിച്ചൂട്ടൻ്റെതും ആയിട്ടുള്ള കിച്ചൂട്ടൻ്റെ ഡ്രസ്സ് തന്നെയാണ് എടുത്ത് വെക്കുന്നത്. അവൻ്റെ തന്നെ കാര്യമായിട്ടുള്ളൂ, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇത്രയധികം ഒന്നും കൊണ്ടുപോകാറൊന്നുമില്ല, മഴയായതുകൊണ്ട് മാത്രം. അപ്പോൾ ഓരോന്നായിട്ട് കിച്ചൂട്ടൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സാണ്. ഇപ്പോൾ ഒന്നാമത് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അധികം എടുക്കേണ്ട ആവശ്യം വരാറില്ല. ഇപ്പോൾ മഴയും ഉണങ്ങേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് അധികം കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കുന്നത്. അത് ആ ഒരു കവറിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ എല്ലാം എടുത്ത് വയ്ക്കുവാണ്. അതുപോലെ തന്നെ പിന്നെയുള്ള സാധനം എൻ്റെ കോസ്മെറ്റിക്സ് ആണ്, അങ്ങനെ പറയും. എന്താ പറയുക, കുറച്ച് മേക്കപ്പ് കൂടുതലായിട്ടൊന്നുമില്ല. ഈ കാണുന്ന പോലെ എല്ലാം അതിൽ എടുത്ത് വെക്കും എന്നല്ലാണ്ട് ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ഐലൈനറും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ നെയിൽ പോളിഷ്, അത് കിച്ചൂട്ടൻ അതിനിടയിൽ റബ്ബറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതുപോലെ ഐബ്രോന് എഴുതുന്ന സാധനം, ഐബ്രോ പെൻസിൽ, ഇതൊന്നും ഉപയോഗിക്കാറില്ല. ആകെ ഉപയോഗിക്കുന്നത് ഐബ്രോ പെൻസിലും പിന്നെ ലിപ് ബാമും, അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എപ്പോഴും അത് കരുതും. പിന്നെയുള്ളത് മെഡിസിനാണ്. മെഡിസിൻ മറന്നു പോകാണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് എല്ലാം ആയതുകൊണ്ട് വൈറ്റമിൻസും അതുപോലെ തന്നെ കിച്ചൂട്ടൻ്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ എടുക്കാനുള്ള പിന്നെ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കിച്ചൂട്ടൻ്റെ തന്നെയാണ് പ്രാധാന്യം. അവന് ഇഷ്ടപ്പെട്ടത് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവനത് ഇടില്ല. അങ്ങനെ ഓരോ ഡ്രസ്സ് ആയിട്ട്. പിന്നെ എൻ്റേത് ഈ ഡ്രസ്സ് ഇത് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. കാരണം മിക്ക ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഈ ഡ്രസ്സാണ്. നല്ല മെറ്റീരിയലാണ്, ജോർജറ്റിൻ്റെയാണ്. എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം. ഞാൻ കൂടുതലും സെലക്ട് ചെയ്യുന്നത് അങ്ങനത്തെ ആ ഒരു മെറ്റീരിയലാണ്. നല്ല സുഖം, ഒരു കംഫർട്ടാണത്. പിന്നെ അത് കുറച്ച് അത്ര ടൈറ്റൊന്നും ഇല്ലാത്ത ഡ്രസ്സായതുകൊണ്ട് എപ്പോഴും ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഡ്രസ്സ് അതുപോലെ തന്നെ ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം 2-3 ദിവസം നമ്മൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ എടുത്തിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ തപ്പി ഏട്ടൻ അവിടെ ഇവിടെയൊക്കെ തപ്പി മൊത്തം കൊളാക്കി വെക്കും. അതുകൊണ്ട് ബ്ലാങ്കറ്റൊക്കെ കഴുകി അവിടെ വെച്ച് ബെഡ്ഷീറ്റൊക്കെ കഴുകി വെച്ച് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വരുമ്പോഴേക്കും കരിമ്പുതോട്ടത്തിൽ ആന കയറ് പോലെ ആക്കി വെക്കും. അതുകൊണ്ട് പരമാവധി നോക്കും ആക്കി വെക്കാൻ. അപ്പോൾ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ അതിന് വേണ്ടി പിന്നെ തപ്പണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെയുള്ളത് ഇതാ മെഡിസിനൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ കിറ്റിലാണ്, കിച്ചൂട്ടൻ്റെ കിറ്റിലാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതിലിതുവരെ എടുത്ത് വെച്ചിട്ടില്ല. ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ബാഗിൽ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് എടുത്തിട്ട് പോകാറില്ല. ഇപ്പോൾ ഇതിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു കംഫർട്ടല്ലേ എന്ന് കരുതി മറ്റേ അതുപോലെ തന്നെ പിന്നെ ഫേസ് വാഷും പല ക്രീമും ഒന്നുമില്ല, മോയ്സ്ചറൈസിങ് ക്രീമാണ്. അതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ ആയിട്ട് അതിലെടുത്ത് വയ്ക്കും, മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതൊരു യൂസ്ഫുള്ളാണെന്ന് തോന്നി. പിന്നെ അങ്ങനെ ഇതാ കിച്ചൂട്ടനെയും കൂട്ടിയിട്ട് ഏട്ടൻ വരുന്നുണ്ട്. പിന്നെ ഇന്ന് ഓട്ടോയിൽ വിട്ടില്ല, കൂട്ടാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി, പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. സമയം അപ്പോഴത്തേക്കൊരു വൈകുന്നേരം ആയിന്, ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി. ഹോട്ടൽ തറവാട്. കിച്ചനൊരു പഴംപൊരി വാങ്ങിക്കൊടുത്തു. നല്ല വിശപ്പുണ്ട്, സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വന്നിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഇതാ അപ്പം മിക്സ് അതാണ് വാങ്ങിയത്. എല്ലാവർക്കും നല്ല ഉണ്ടായതുകൊണ്ട് അങ്ങനെ അത് കഴിച്ചു. പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ ടൗണിൽ, തളിപ്പറമ്പ് ടൗണിൽ കുറച്ച് കറങ്ങി. കിച്ചുവിന് ഇതാപ്പോൾ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇതാ കുറേ നാൾ കൂടിയിട്ട് തളിപ്പറമ്പ് ടൗണിലേക്ക് വന്നതാണ്. അങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ഇങ്ങോട്ട് വരാറുമില്ല, ഇവിടെയൊന്നും കറങ്ങി നടക്കാറുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൻ്റെ അടുത്തുള്ള ടൗണിൽ തന്നെയല്ലേ പോകാറ്. അപ്പോൾ ഇവിടെ കുറേ ആയി വന്നിട്ട് കുറേ മാറ്റങ്ങൾ വന്നു. അങ്ങനെ കുറേ എന്താ പറയുക, ഓർമ്മകൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അതിലെ നടന്നതും ഒക്കെ ആയിട്ട്. ബസ് സ്റ്റോപ്പിലേക്കൊന്നും പോകാറേ ഇല്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. നടന്ന് കാണുകയാണ് കുറച്ച് നേരം. അപ്പോൾ അച്ഛൻ വന്നിനായിരുന്നു. അച്ഛൻ അങ്ങനെ അച്ഛനെയും കൂട്ടി നമ്മൾ അവിടുന്ന് വിട്ടു. അപ്പോൾ അച്ഛനെ കണ്ടപാട് കിച്ചു എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ടോക്ക് ഒരു യോയോ ഇങ്ങനെ പറയടേ പുഷ്പ അങ്ങനെ വീട്ടിലെത്തി എന്താ പറയുക, എത്ര വന്നാലും മതിയാവാത്തൊരു സ്ഥലം നമ്മളെ വീട് തന്നെയാണ്. അത് കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് കൂടുതലായിട്ട് തോന്നുക. അത് നല്ലോണം മനസ്സിലാക്കിയതാണ്. അങ്ങനെ വീട്ടിലെത്തി ഇതാ കിച്ചു ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വീട്ടിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ, വഴിയിലുണ്ടായതും അത് ഓരോ സാധനങ്ങൾ വാങ്ങി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാ എൻ്റെ ഏട്ടനാണ്. അപ്പോൾ മാമനും എല്ലാം കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അവന്. പിന്നെ കാലിന് മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മമ്മക്ക്. അങ്ങനെ നമ്മൾ പിന്നെ ഫ്രഷായി ചായ കുടിക്കാൻ റെഡിയായി. ഇതാ കിച്ചു ഇഷ്ടപ്പെട്ട സാധനമൊക്കെ അവൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഏട്ടൻ ഇവിടുന്ന് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. കിച്ചുവിന് ഏട്ടന് സ്പെഷ്യലായിട്ട് മസാല ദോശ വാങ്ങിക്കൊടുത്തു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റ.